കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സങ്കീർണമായ ഒരവസ്ഥയിൽ ആയിരിക്കുന്ന ദൈവമക്കളോട്, ദൈവദാസന്മാരോട്, പ്രത്യേകാൽ മാനസികമായോ മറ്റേതെങ്കിലും വിധത്തിലോ പ്രയാസത്തോടെ ആയിരിക്കുന്ന ദൈവമക്കളോട് പറയുവാൻ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് പ്രേരണ തന്ന ഒരു വചനം വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സദൃശവാക്യം 28:1. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. ഏതെങ്കിലും നിലയിൽ ഹൃദയത്തിൽ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ആയിരിക്കുന്നെങ്കിൽ ഈ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേകമായ വിശ്വാസം ഉണ്ടാക്കട്ടെ, ഉളവാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനം സ്ഥിരമായ വചനമാണ്. അതാർക്കും മാറ്റിക്കൊടുവാൻ കഴിയില്ല. നമ്മുടെ നന്മകളെ തടയുവാൻ, നമ്മുടെ സന്തോഷത്തെ തടയുവാൻ ദുഷ്ടൻ പതിയിരിക്കുമ്പോൾ, ദുഷ്ടൻ പ്രവർത്തിക്കുമ്പോൾ നീതിമാന്മാരായി, ദൈവഭക്തന്മാരായി, ദൈവവചനത്തെ അനുസരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ബാലസിംഹത്തെ പോലെ നിർഭയമായിരിക്കാൻ കഴിയും എന്ന് ദൈവത്തിൻ്റെ വചനം ഉറപ്പു തരുന്നു. സങ്കീർത്തനം 53:5 ഇങ്ങനെയാണ് വായിക്കുന്നത്: ഭയമില്ലാതിരുന്നിടത്ത് അവർക്ക് മഹാഭയമുണ്ടായി. നിൻ്റെ നേരെ പാളയമിറങ്ങിയവൻ്റെ അസ്ഥികളെ ദൈവം ചിതറിച്ചുവല്ലോ. ദൈവം അവരെ തള്ളിക്കളഞ്ഞതുകൊണ്ട് നീ അവരെ ലജ്ജിപ്പിച്ചു. നമുക്കെതിരായി കടന്നു വരുന്ന ഏത് ശത്രുവിൻ്റെ തീയമ്പുകളെയും കെടുത്തുവാൻ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, യുദ്ധം ചെയ്യുന്നു എന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ധൈര്യത്തോടെ വിശ്വസിപ്പാൻ കഴിയട്ടെ. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ നിർഭയമായിരിക്കുമെന്ന് പറയത്തക്കോണം ദൈവത്തിൻ്റെ വചനം നമ്മുടെ കരങ്ങളിൽ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ ഇത് പറയുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ നമുക്കറിയാം, ഇസ്രായേൽ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞപ്പോൾ, ദൈവത്തെ അനുസരിക്കാതെ വന്നപ്പോൾ അവരുടെ ഇടയിൽ മിദ്യാന്യർ, അതിനുശേഷം അമാലേക്കരും കിഴക്കു നിന്നുള്ളവരും കടന്നു വന്നിട്ട് അവരുടെ നന്മകളെ, അവരുടെ അനുഗ്രഹങ്ങളെ തടഞ്ഞ് ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു എന്ന് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നു. അവർ കൂട്ടമായിട്ട് വന്നിട്ട് അവിടെ 5-ാം വാക്യത്തിൽ വായിക്കും, അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടിക്കിളി പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായി അവർ ദേശത്ത് കിടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാനൊരാൾ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കളെ യഹോവയോട് നിലവിളിച്ചു. അതെ, മിദ്യാനരുടെ പ്രവൃത്തി നിമിത്തം, ശത്രുവിൻ്റെ പ്രവൃത്തി നിമിത്തം ഇസ്രായേൽ ജനമെല്ലാം നിലവിളിക്കുമ്പോൾ ദൈവം മിണ്ടാതിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഹൃദയത്തിൽ ധ്യാനിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയത്, പലപ്പോഴും നമ്മുടെ നിലവിളിയുടെ ശബ്ദത്തിന് മുൻപിൽ ദൈവം കേൾക്കുന്നില്ലയോ എന്ന് നാം ചോദിക്കുമ്പോൾ, എന്തുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ രഹസ്യങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി വലിയത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് നാം ധൈര്യത്തോടെ ഓർക്കണമേ. അവിടെ വായിക്കുമ്പോൾ, ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ പിന്നത്തേത് മനസ്സാകും. അവിടെ ദൈവം ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കുകയാണ്. 11-ാം വാക്യത്തിൽ പറയുന്നു: അനന്തരം യഹോവയുടെ ഒരു ദൂതൻ ഒഫ്രയിൽ അബിയേസിനായ യോവാസിന് കരുവേലത്തിന് കീഴെ ഇരുന്നു. അവൻ്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാനയുടെ കയ്യിൽ പെടാതിരിക്കണം മുന്തിരി ചക്കിനരികെ മെതിക്കുകയായിരുന്നു. 12-ാം വാക്യം: യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുണ്ട് എന്ന് അവനോട് പറഞ്ഞു. നോക്കണമേ, ഗിദെയോൻ ആരും അറിയാതെ ഈ അവസ്ഥയിൽ ഒളിച്ചിരിക്കുകയാണ്. അതേ, മിദ്യാനരും കിഴക്കേ ദേശക്കാരും ഒക്കെ വന്ന് ഇസ്രായേലിൻ്റെ നന്മയെ ഇല്ലാതാക്കുമ്പോൾ, അവരുടെ കന്നുകാലികളെ, അവരുടെ കൃഷി സ്ഥലങ്ങളെയൊക്കെ നശിപ്പിക്കുമ്പോൾ, ഇല്ലാതാക്കുമ്പോൾ, ഈ ഗിദെയോൻ ഇവിടെ ഒളിച്ചിരുന്ന്
ആമേൻ അവിടെ വായിക്കുന്നത് ഗോതമ്പ് മിദ്യാനുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ മെതിക്കായിരുന്നു. ഒരു പക്ഷേങ്കിൽ ഈ ഗിദെയോൻ്റെ ഉള്ളത്തിൽ കൂടെ ഇങ്ങനെയൊക്കെ ചോദിച്ചു കാണും, എന്താ ദൈവമേ ഇങ്ങനെയൊക്കെ, എന്താ ഞങ്ങളുടെ നന്മകളെയൊക്കെ തടയുന്നത്, ഞങ്ങളുടെ ഐശ്വര്യങ്ങളെ എടുത്തു കളയുന്നത് എന്താണ്, ഞങ്ങളുടെ സന്തോഷത്തെ എടുത്തു കളയുന്നത് എന്തിനാണ്, ഞങ്ങളുടെ പ്രയത്നഫലം എന്തുകൊണ്ട് ദുഷ്ടൻ തിന്നുകളയുന്നു, ഇങ്ങനെയുള്ളതായ ചോദ്യങ്ങൾ. ദൈവമേ, ഇസ്രായേലിൻ്റെ ദൈവമേ, നീ എവിടെയാണ്, നീ കേൾക്കുന്നില്ലേ, നീ കാണുന്നില്ലേ, ഞങ്ങളുടെ കഷ്ടത അറിയുന്നില്ലേ, ഞങ്ങളുടെ സങ്കടം നീ അറിയുന്നില്ലേ, ഞങ്ങളുടെ ദേശത്തെ നശിപ്പിക്കുന്നത് നീ കാണുന്നില്ലേ? ഇതൊക്കെയും ഈ ഗിദെയോൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷേ ഉള്ളങ്ങളെ അറിയുന്ന ഒരു ദൈവം, ഉള്ളത്തിൻ്റെ വിചാരങ്ങളെ അറിയുന്ന ദൈവം, ആമേൻ, തക്ക സമയത്ത് നമുക്ക് വേണ്ടി കാര്യം നിവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതേ ഗിദെയോനോട് വന്ന് പറയുക, പരാക്രമശാലിയെ എന്ന് വിളിച്ചുകൊണ്ട് ദൈവം പറയുകയാണ്, യഹോവ, അതേ ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ആമേൻ. താഴെ 14 വാക്യത്തിൽ പറയുന്നു, നീ ഇസ്രായേലിനെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഗിദെയോൻ ചോദിക്കുന്നുണ്ട്, അയ്യോ ഞാൻ എന്തുള്ളൂ, എൻ്റെ കുലം എന്തുള്ളൂ, മനസ്സിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ. ഇതൊക്കെ ഗിദെയോൻ ചോദിക്കുന്നുണ്ട്. ആമേൻ. ദൈവമേ, നീ എന്താ മറ്റാരെയും കാണാത്തത്, ഇതൊക്കെ ചോദിക്കുന്നുണ്ടാകാം. ഗിദെയോനോട് ദൈവം പറയുകയാണ്, അതേ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടിട്ടുണ്ട്, ജനത്തിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ ഹൃദയത്തിൻ്റെ വേദന, അവരുടെ ഹൃദയത്തിൻ്റെ ആ നിലവിളി, ഉള്ളത്തിൽ നിന്ന് വരുന്നതായ നിലവിളി ഞാൻ കേട്ടു, ഞാൻ അവരുടെ കഷ്ടത കണ്ടു, ഞാൻ അവരുടെ നിലവിളി കേട്ടു, ഞാനൊരു വിടിവിപ്പാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ കൂടെ പറയുന്നു, നമ്മെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക, നമ്മുടെ നിലവിളി ദൈവം കേട്ടുകൊണ്ടിരിക്കുക. അല്പം താമസിച്ചാലും നമുക്കാണ് തോന്നുന്നത് താമസിക്കുന്നത്, നമ്മുടെ ഉള്ളത്തെ അറിയുന്ന ദൈവം. നമ്മുടെ ലിപ് സർവീസ് അല്ല, നമ്മുടെ പ്രകടനങ്ങളൊന്നുമല്ല, നമ്മുടെ പെർഫോമൻസുകളൊന്നുമല്ല, നമ്മുടെ ഉള്ളം അറിയുന്ന ഒരു ദൈവം തക്ക സമയത്ത് നമ്മെ വിടിവിപ്പാൻ. അതേ സങ്കീർത്തനം 23:6 പറയുന്നു, നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരത്തക്കവണ്ണം. ആമേൻ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മോട് കൂടെ ഉണ്ട്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവം ഒരിക്കലും ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഇസ്രായേലിൻ്റെ ദൈവം ഒരിക്കലും, ആമേൻ, ഉറക്കം തൂങ്ങുന്ന ദൈവമല്ല. അല്പസമയം നമുക്ക് താമസമെന്ന് തോന്നിയാലും തക്ക സമയത്ത് വിടുവിക്കുവാൻ അവൻ്റെ വൻകരം നമ്മോട് കൊണ്ട് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തിട്ട്. റോമാലേഖനം 8:31 ഇങ്ങനെ പറയുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ഏതെല്ലാം സൈന്യം നമ്മുടെ നേരെ പാളയമിറങ്ങിയാലും സ്തോത്രം. ആമേൻ. സങ്കീർത്തനം 27:1 നമുക്ക് വളരെ സുപരിചിതമായ ഭാഗമാണല്ലോ, യഹോവൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും. 2-ാം വാക്യം വായിക്കുന്നു, എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ആമേൻ. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. കാരണം യഹോവ എൻ്റെ വെളിച്ചവും യഹോവ എൻ്റെ രക്ഷയുമാകുന്നു. എനിക്ക് ഭയപ്പെടുവാനൊന്നുമില്ല. ഉറച്ചു നിൽക്കാം, ധൈര്യത്തോടെ നിൽക്കാം. പ്രതിയോഗിയാകുന്ന ആമേൻസ് അത് പിശാച് അലറുന്ന സിംഹം പോലെ ആമേൻ നമ്മുടെ നേരം വന്നാലും നമുക്ക് ധൈര്യത്തോടെ നിൽക്കാം. യു ആർ സെക്യൂർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. യു ഷുഡ് ബി കോൺഫിഡൻറ്റ്. ദൈവസന്നിധി ധൈര്യമുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. അതേ ദൈവം നമുക്കൊരു അഷ്വറൻസ് തന്നിട്ടുണ്ട്. രക്ഷ നമുക്കുള്ളതാണ്. സ്തോത്രം. നമ്മെ വിടുവിക്കുന്നൊരു ദൈവം, നമ്മെ തക്ക സമയത്ത് ഉയർത്തുവാൻ ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. അവൻ്റെ ബലമുള്ള കൈക്കീഴ് നമുക്ക് താണിരിക്കാം. നമുക്ക് വിശ്വസ്തരായിരിക്കാം. ദൈവവേലയിൽ നാം വിശ്വസ്തരായിരിക്കാം. ഭക്തിയോടെ നമ്മുടെ ജീവിതം നടത്തട്ടെ. ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം കഴിപ്പാൻ ദൈവം ഇടയാക്കട്ടെ.
ആമേൻ. ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, വിശ്വസ്തരായി തീരുവാൻ നമ്മുടെ കൈകൾ ദൈവസന്നിധിയിൽ വെടിപ്പുള്ളതായി തീരുവാൻ നാം ധൈര്യത്തോടെ ദൈവസന്നിധിയുടെ കൃപാസനത്തിൽ എടുത്തു വന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അബ്ബ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ പുത്രത്തിൻ്റെ സ്വീകാരം പ്രാപിച്ചുകൊണ്ട് ധൈര്യത്തോടെ നിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ. ഒരു ശത്രുവും നമുക്ക് നേരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ പ്രാണൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നാം ദൈവത്തിൻ്റെ കരങ്ങളിലെ സുരക്ഷിതരാണ്. അവൻ നമ്മെ ജയത്തോടെ നടത്തുന്നൊരു ദൈവമാണ്. ആ യേശു മരിച്ച ദൈവമല്ല, മൂന്നാം നാളിൽ ഹല്ലേലൂയ ആമേൻ ഉയർത്തെഴുന്നേറ്റ് ആമേൻ സ്വർഗീയ സിംഹാസനത്തിൽ എന്നേക്കും ഇരിക്കുന്ന അത്യുന്നതനായ യേശു എൻ്റെയും നിങ്ങളുടെ ദൈവമാണ്. ആ യേശുവിൻ്റെ സന്നിധിയിൽ അവൻ്റെ സന്നിധിയിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാൻ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.